നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജർ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ഹൈക്കോടതി യോഗം ചേർന്ന് കർമ്മപദ്ധതി തയ്യാറാക്കാൻ ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതാദ്യമായല്ല ആകാശപാത നിർമ്മിക്കുന്നത് എന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചു. എസ് ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തുറവൂർ ഈ റോഡുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിലവിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് യോഗം ചേരാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. നടപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർമ്മപദ്ധതി തയ്യാറാക്കണമെന്നും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ മൂകസാക്ഷിയായി ഇരിക്കേണ്ടതില്ലെന്നും സ്ഥലം സന്ദർശിക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കൊണ്ടുവരാനാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ശ്രമമുണ്ടാകുന്നത്. സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സ്തംഭിച്ചു. പോസ്റ്റ് മെഷീൻ തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. തകരാർ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഓഫീസ് അറിയിച്ചു. ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, റേഷൻ വ്യാപാരികളുടെ സമരത്തെ തുടർന്ന് ഇന്നലെ രാവിലെയാണ് റേഷൻ കടകൾ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചത്. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകൾ ഇന്നലെ മുതൽ തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടെയാണ് പോസ്റ്റ് മെഷീൻ വീണ്ടും തകരാറിലായത്. സെർവർ തകരാറിനെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതാണ് റേഷൻ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ പരാജയപ്പെടുകയായിരുന്നു മിക്കയിടത്തും. തുടർന്ന് മൊബൈൽ OTP വഴി റേഷൻ വിതരണം നടത്താൻ ശ്രമിച്ചെങ്കിലും ഇതും പരാജയപ്പെട്ടു. തുടർന്ന് റേഷൻ വിതരണം തന്നെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഏതായാലും ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ സെർവർ തകരാറ് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടിയെടുക്കാൻ IT സെല്ലിനോടും NIC-യോടും ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ഗിരീഷ്, തിരുവനന്തപുരത്ത്. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ SFI ABVP സംഘർഷം. കോളേജിൽ ABVP യൂണിറ്റ് രൂപീകരിക്കുന്നത് SFI തടഞ്ഞതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥി പ്രജ്വലിന് സംഘർഷത്തിൽ പരിക്കേറ്റു. അരുൺ പാറയ്ക്കൽ, കാസർഗോഡ്. അരുൺ, ഇപ്പോൾ എന്തെങ്കിലും സംഘർഷാവസ്ഥയുണ്ടോ നിലവിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ ABVP പ്രവർത്തകർ കോളേജിനകത്ത് യൂണിറ്റ് ഇടുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ആ സമയത്ത് മറ്റു വിദ്യാർത്ഥികൾ അത് തടഞ്ഞു. അത് പ്രകോപനത്തിനിടയാക്കി. തുടർന്നാണ് SFI ABVP സംഘർഷം പ്രദേശത്തുണ്ടാവുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക്, ഇലക്ട്രോണിക് വിദ്യാർത്ഥി പ്രജ്വലിന് പരിക്കേറ്റിട്ടുണ്ട്. അയാളെ സമീപത്തെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള സംഘർഷ സാധ്യത ആ കോളേജിൽ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ABVP പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും യൂണിറ്റ് ഇടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് SFI തടയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബില്ലുകൾ പാസാക്കിയാണ് 15ാം നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിച്ചത്. ഗിരീഷ് ഉണ്ട് വിവരങ്ങളുമായി ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമസഭ പിരിഞ്ഞിരിക്കുന്നു. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിനാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. ധനവിനിയോഗ ബില്ലുകൾ പാസാക്കിയാണ് ഇപ്പോൾ നിയമസഭ പിരിഞ്ഞിരിക്കുന്നത്. ഗിരീഷ് ഉണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, വിവരങ്ങൾ? 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനമാണ് ഇന്ന് സമാപിച്ചത്. സുപ്രധാന ബില്ലുകളും ധനാഭ്യർത്ഥനകളും പാസാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചിരിക്കുന്നത്. ഇതിൽ സഭ സമ്മേളിച്ച 19 ദിവസത്തിൽ 12 ദിവസവും ധനാഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുകയായിരുന്നു. സുപ്രധാനമായ ചില നിയമങ്ങൾ, കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, കേരള നികുതി വസൂലാക്കൽ ബിൽ, കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ സഭ പാസാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി വിടാനും ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും പ്രത്യേകതയാണ്. മുൻ വർഷങ്ങളിലെ ധനവിനിയോഗ ബില്ലുകളും സഭ പാസാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അംഗങ്ങൾ നൽകിയ 13 ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം സമാപന ദിവസം പ്രതിപക്ഷ നേതാവും മന്ത്രി MP രാജേഷും തമ്മിലുള്ള വാക്പോരിലും സഭ വേദിയായി എന്നുള്ളതും ഇന്നത്തെ പ്രത്യേകതയാണ്. ഗിരീഷ്, തുടരുക. അടുത്ത വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഗിരീഷിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 52,500 പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. ആലപ്പുഴ സ്വദേശി P ദേവാനന്ദനാണ് 1ാം റാങ്ക്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഫഹീസ് റഹ്മാൻ 2ാം റാങ്കും കോട്ടയം സ്വദേശി അലൻ ജോണി 3ാം റാങ്കും നേടി. 1ാം റാങ്ക് കിട്ടിയതിൽ സന്തോഷമെന്ന് ദേവാനന്ദ് പ്രതികരിച്ചു.
എനിക്ക് 100% സ്കോർ ഉണ്ടായിരുന്നു. കീമിൻ്റെ മറ്റേ സ്കോർ പബ്ലിഷ് ചെയ്തപ്പോൾ പിന്നെ 600-ൽ എനിക്ക് 590 കീ വെച്ചിട്ട് നോക്കിയപ്പോൾ മറ്റേ എക്സാമിന്, ഓൺലൈൻ എക്സാമിന്. അപ്പോൾ നല്ലൊരു സ്കോർ നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കിട്ടിയപ്പോൾ സന്തോഷം. IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കിട്ടി. അപ്പോൾ ഈ മാസം അവസാനം പോകാൻ ആയിട്ടിങ്ങനെ തയ്യാറെടുക്കുകയാണ്. അടുത്ത മാസം ക്ലാസ് തുടങ്ങും. ഗിരീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഇത്തവണത്തെ സ്കീമിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പ്രവേശന പരീക്ഷ പൂർണ്ണമായും ഓൺലൈനായി നടത്തുകയായിരുന്നു. ആദ്യമായാണ് സംസ്ഥാനത്ത് ഓൺലൈനായി എൻട്രൻസ് പരീക്ഷ നടത്തിയത്. ഇതിൽ 58,340 പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. റാങ്ക് പട്ടികയിൽ 52,500 പേർ ഇടം നേടി. ആദ്യ 100 റാങ്കിൽ 13 റാങ്കുകൾ പെൺകുട്ടികൾക്കാണ്. 87 ആൺകുട്ടികളും ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഒന്നാം റാങ്ക് നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിൽ നിന്നുള്ള P ദേവാനന്ദനും, രണ്ടാം റാങ്ക് മലപ്പുറത്തു നിന്നുള്ള ഹഫീസ് റഹ്മാനും നേടി. മൂന്നാം റാങ്ക് കോട്ടയത്തുള്ള അലൻ ജോണി അനിലിനാണ്. നാലാം റാങ്ക് കോട്ടയത്ത് തന്നെയുള്ള ജോർഡൻ ജോയിക്കും അതോടൊപ്പം 5ാം റാങ്ക് ജിതിൻ കെ ജോഷിക്കും ലഭിച്ചു. SC വിഭാഗത്തിൽ ധ്രുവ് സുമേഷിനാണ് 1ാം റാങ്ക്. ST വിഭാഗത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള അഭിജിത് ലാൽ 1ാം റാങ്ക് നേടി. ഉന്മേഷ്, ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കോഴിക്കോട് ജില്ലയിൽ അധിക +1 ബാച്ചുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകരുടെ പ്രതിഷേധം. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച 9 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ സുരേഷ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രാഹുൽ, ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഉൾപ്പെടെ അധിക സീറ്റുകൾ ലഭിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇവരുടെ ആവശ്യം രാഹുൽ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ പ്രശ്നം. അതായത് മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ അധിക +1 ബാച്ചുകൾ അനുവദിച്ചതായി സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിലും വലിയ പ്രതിസന്ധിയുണ്ട്. പല വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കാത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലും അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം MSF നടത്തിയത്. അല്പസമയം മുമ്പായിരുന്നു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് MSF പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. എന്നാൽ ഗേറ്റിന് മുന്നിൽ പോലീസ് ഇവരെ തടഞ്ഞിരുന്നു. എന്നാൽ മതിൽ ചാടി പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് 9 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ അധിക ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് MSFന്റെ നിലവിലെ തീരുമാനം. ഉന്മേഷ്, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് കൂടിക്കാഴ്ച നടത്തിയത്. അച്യുതൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മന്ത്രിയെ അറിയിച്ചു? ഉന്മേഷ്, പ്രധാനമായി വിലയിരുത്തേണ്ടത് സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണനയ്ക്കിരിക്കെയാണ് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പ്രധാനമായും വിദ്യാർത്ഥികൾ അവരുടെ ആശങ്കകളാണ് രേഖപ്പെടുത്തിയത്. കൗൺസിലിംഗ് വൈകുന്നതിലും ഒരുപക്ഷെ പുനഃപരീക്ഷയിലേക്ക് കടന്നാൽ അത് അവരുടെ അക്കാഡമിക് കലണ്ടറിനടക്കം ബാധിക്കുന്ന കാര്യങ്ങൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് ഈ ആശങ്കകൾ ഉടൻ തന്നെ പരിഹരിച്ചുകൊണ്ട് കൗൺസിലിംഗ് ഈ ജൂലൈ 3ാം വാരം അടുത്ത ആഴ്ച ആരംഭിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നൽകിയതായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ബീഹാർ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യ സൂത്രധാരൻ രാകേഷ് രഞ്ജനെ CBI ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നളന്ദയിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ CBIയുടെ 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ അദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ്. മാത്രമല്ല CBI നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട 4 ഇടങ്ങളിൽ റെയ്ഡും നടത്തി. പാട്ന, കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് CBI പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ മുഖ്യ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തതായാണ് CBI ഇപ്പോൾ നൽകുന്ന വിവരം. ഡൽഹിയിൽ നിന്ന്. നിയമലംഘന യാത്രയിൽ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ വാഹനം പിടിച്ചെടുത്തു എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ജീപ്പിന്റെ കളർ ചിത്രം നാളെ ഹാജരാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കോടതി സ്വമേധ്യാ കേസെടുക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നില്ല, എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? ഈ വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ചും നിയമലംഘനവുമായി ബന്ധപ്പെട്ടും കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ഈ ആകാശ് തില്ലങ്കേരിയുടെ വിഷയം എടുത്തത്. നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ ആകാശ് തില്ലങ്കേരിയുടെ വാഹനം പിടിച്ചെടുത്തതായി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജീപ്പിന്റെ കളർ ഫോട്ടോയും മറ്റും നാളെ ഹാജരാക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർ നടപടികൾ എന്ത് വേണമെന്ന് നാളെയാകും കോടതി തീരുമാനിക്കുക. ശ്രീകാന്ത്, കൊച്ചിയിൽ നിന്ന്.
CAG റിപ്പോർട്ടിൽ പൊതുമരാമത്ത് വകുപ്പിനും വിമർശനം. ആസൂത്രണമില്ലായ്മ കെട്ടിട നിർമ്മാണ ജോലികളിൽ കാലതാമസം ഉണ്ടാക്കുന്നു. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖതയുണ്ട്. ദുരന്ത മുന്നൊരുക്കത്തിലും വകുപ്പിന് അലംഭാവമുണ്ടെന്നാണ് CAG റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത്. അജീഷ്, മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് CAG റിപ്പോർട്ടിൽ? ഉന്മേഷ്, സംസ്ഥാനത്തെ റോഡുകൾക്ക് പുറമെ പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതലയും പൊതുമരാമത്ത് വകുപ്പിനാണ്. ഇതിലാണ് 2022 വരെയുള്ള പൊതുമരാമത്തുവിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ അക്കമിട്ട് പറയുന്നത്. ഇതിൽ ആസൂത്രണമില്ലായ്മ, അതായത് കെട്ടിട നിർമ്മാണ ജോലികൾ കാലതാമസം ഉണ്ടാക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. അതിൽ ആസൂത്രണമില്ലായ്മയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല 2013 സംസ്ഥാന സർക്കാർ ഈ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഹരിത നിർമ്മാണ ചട്ടം പാലിക്കണമെന്ന് അംഗീകരിച്ചിരുന്നു. അത് പക്ഷേ ഈ 2022 വരെയും പൊതുമരാമത്ത് വകുപ്പ് ഈ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ. മാത്രമല്ല ഈ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖത എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ബെഞ്ച് മാർക്കാണ്. ഇത്തരത്തിൽ പ്രകൃതി സൗഹൃദ രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനൊരു ബെഞ്ച് മാർക്ക് സർക്കാർ തന്നെ നിശ്ചയിക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വലിയ സാമ്പത്തിക ബാധ്യത കാരണം ഇത്തരം രീതികൾ പിന്തുടരുന്നില്ല. മാത്രമല്ല ഇതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ പുതിയൊരു ബെഞ്ച് മാർക്ക് കൊണ്ടുവരുന്നതായും പൊതുമരാമത്ത് വകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഭൂമിയിലെ എല്ലാ തടസ്സവും നീക്കാതെ പല ടെൻഡറുകളും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഈ മരങ്ങളും അതേപോലെ ഭൂമിക്കടിയിലുള്ള കേബിളുകളും മറ്റും തടസ്സം നിൽക്കുന്ന കാരണം പല പദ്ധതികളും വൈകുന്നു. കൂടാതെ തന്നെ പദ്ധതി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് വിശദ പരിശോധന നടത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട്. കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിൽ കാലതാമസം വരുത്തുന്നുണ്ട്. പൊതുമരാമത്ത് കെട്ടിടങ്ങളുടെ ഡേറ്റാബേസും സംസ്ഥാനത്ത് അപൂർണമാണ്. എത്ര കെട്ടിടങ്ങളുണ്ട്, ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ടും ലഭ്യമല്ല എന്നുള്ളതും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ദുരന്ത നിവാരണം സംബന്ധിച്ച്, അതായത് ഇതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ PWD വകുപ്പിന് വലിയ അലംഭാവമുണ്ടെന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ മദർഷിപ്പ് അടുത്തു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേഴ്സ്കിന്റെ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ടോടെയാണ് തുറമുഖത്തേക്ക് ആനയിച്ചത്. വിഴിഞ്ഞത്ത് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിടുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. വിഴിഞ്ഞത്ത് നിന്ന് ഇപ്പോൾ അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, അങ്ങനെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് മദർഷിപ്പ് നങ്കൂരമിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അഖിൽ ഷാ? തീർച്ചയായിട്ടും ഉന്മേഷ്, പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം വിഴിഞ്ഞം തുറമുഖം അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് അത് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ പടിയായാണ് സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ ചരക്കു കപ്പൽ, പടുകൂറ്റൻ മദർഷിപ്പ് ഇന്ന് രാവിലെ 9:30 തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാണുന്നതാണ് 1000-ഓളം കണ്ടെയ്നറുകളുമായി ഇന്ന് രാവിലെ തുറമുഖത്തെത്തിയ 2000-ഓളം കണ്ടെയ്നറുകളുമായി ഇന്ന് രാവിലെ തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ ചരക്ക് കപ്പൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്കു കപ്പൽ കമ്പനിയായ മേഴ്സ്കിന്റെ ഏറ്റവും വലിയൊരു ചരക്ക് കപ്പലുകളിൽ പെടുന്ന ഒരെണ്ണമാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ അത് തുറമുഖത്ത് ബെർത്ത് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഈ ഷിഫ്റ്റ് ഷെയർ ക്രെയിനുകൾക്ക് താഴെ ഈ കപ്പൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നിലവിൽ കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ നിന്ന് ഉയർത്തുകയും അത് യാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഈ യാർഡ് ക്രെയിനുകൾ അതിന്റെ തൊട്ടു പിന്നിലായി യാർഡ് ക്രെയിനുകൾ നമുക്ക് കാണാം.
ആ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെയ്നർ യാർഡിലേക്കും മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 9:30 തന്നെയാണ് ഈ കപ്പൽ വിഴിഞ്ഞത്തെടുത്തത്. അത് വളരെ സുഗമമായി തന്നെ ഈ ബെർത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് കാരണമായത് വിഴിഞ്ഞത്തിന്റെ പ്രകൃതിയാൽ കനിഞ്ഞു നൽകിയ 20 മീറ്റർ എന്ന സ്വാഭാവിക ആഴം തന്നെയാണ് കപ്പലിനെ അതിവേഗത്തിൽ സുഗമമായി തന്നെ ബെർത്ത് ചെയ്യാൻ കാരണമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സുഗമമായി ഈ തുറമുഖത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്നു. ഒപ്പം രാജ്യത്തെ ഒരേ ഒരു മദർ പോർട്ട്, കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് തുടങ്ങിയ ഒരുപാട് സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ മുൻനിര കമ്പനികൾ ഉൾപ്പെടെ വിഴിഞ്ഞത്തെ അല്ലെങ്കിൽ മുൻനിര കമ്പനികളെ വിഴിഞ്ഞം ആശ്രയിക്കുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളുടെയൊക്കെ മദർഷിപ്പുകൾ ഇവിടെ എത്തും. MSCയുടെ ഉൾപ്പെടെ മദർഷിപ്പുകൾ ഇവിടെ എത്തുമെന്നുള്ളതാണ് തുറമുഖ അധികൃതർ പറയുന്നത്. എന്തായാലും നിലവിൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്ത് ബെർത്ത് ചെയ്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിന്റെ ഭൂരിഭാഗം ക്രെയിനുകളും ഇറക്കി വെക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നിലവിൽ പറയുന്നത്. നാളെയോടുകൂടി മുഴുവൻ ക്രെയിനുകളും തുറമുഖത്തേക്ക് മാറ്റിയതിനു ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും ഈ കപ്പൽ തിരിച്ചു പോകുക. അതിന് പിന്നാലെ ചെറിയ ഫീഡർ കപ്പലുകൾ എത്തും. ഫീഡർ കപ്പലുകൾ എത്തിയായിരിക്കും രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിലേക്ക് ഇവിടെ ഇറക്കിയ കണ്ടെയ്നറുകളുമായി പോവുക. ശരി, അഖിൽഷാൻ സാർ വിഴിഞ്ഞത്ത് നിന്ന്. ഉമ്മൻചാണ്ടിയുടെയും UDFന്റെയും കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന UDF കൺവീനർ MM ഹസൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് പ്രതിഷേധാർഹമാണ്. സ്ഥലം MP ആയ ഡോക്ടർ ശശി തരൂരിനെയും ക്ഷണിക്കേണ്ടതാണെന്നും MM ഹസൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFന്റെ ബേബിയാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. UDF സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും ശശി തരൂരുമെല്ലാം അവിടെ പരാമർശിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. MPയെയും പ്രതിപക്ഷ നേതാവിനെയും വിളിക്കാത്തത് വളരെ തെറ്റായ ഒരു വളരെ പ്രതിഷേധാർഹമാണ്. നാളെ വൈകുന്നേരം UDFന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിൽ എല്ലായിടത്തും UDF പ്രകടനം നടത്തുകയാണ്. സലിം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, എന്തൊക്കെ കാര്യങ്ങളിലാണ് UDFന്റെ എതിർപ്പ്, പ്രതിഷേധം? സലിം. ഉന്മേഷ്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിതൃത്വത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് UDFന്റെ ഇന്ന് രാവിലെ മുതലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെയും പ്രതികരണം. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് നൽകണമെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും പറഞ്ഞത് UDFന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് എന്നുള്ളതാണ്. VD സതീശനാകട്ടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ തന്നെ പറഞ്ഞു, പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിക്കാത്തതിന് പിന്നിൽ അതിന്റെ ക്രെഡിറ്റ് UDFന് പോകുമോ എന്ന ഭയമാണ് സർക്കാരിന് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മാത്രമല്ല UDFന്റെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖമെന്നും VD സതീശൻ പറഞ്ഞു. MM ഹസനാകട്ടെ അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിക്കാത്തത്. കഴിഞ്ഞ തവണ ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും ഒപ്പം ശശി തരൂരുമൊക്കെ UDFന്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് ആ വേദിയിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ഇത്തവണയും സംസാരിക്കുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നുള്ളതായിരുന്നു MM ഹസൻ പറഞ്ഞത്. മാത്രമല്ല നാളെ ഈ വിഴിഞ്ഞത്ത് ചരക്ക് കപ്പൽ എത്തിയതിന്റെ ആഘോഷം എന്ന നിലയിൽ ആഹ്ലാദ പ്രകടനം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഉണ്ടാകും. മാത്രമല്ല ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം കൂടി അർപ്പിച്ചുകൊണ്ടായിരിക്കും ആ പ്രകടനം എന്ന് പറയുന്നു. അങ്ങനെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, വിഴിഞ്ഞം തുറമുഖത്തിന് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുക എന്ന നിലയിലേക്കാണ് UDFും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ. കൊച്ചിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പരാതി. കാക്കനാട് സ്വദേശി MM മനേഷിനെതിരെ പോലീസ് കേസെടുത്തു. S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷെ, കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇയാളുടെ കാറിൽ വെച്ച് മനേഷ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുട്ടിയുടെ മൊഴി. സ്കൂളിൽ കുട്ടി നൽകിയ കൗൺസിലിംഗിൽ വിവരങ്ങൾ തുറന്നു പറഞ്ഞതോടെയാണ് വിവരം വീട്ടിലറിയുന്നതും തുടർന്ന് പോലീസിനെ സമീപിക്കുന്നതും. തൃക്കാക്കര പോലീസാണ് നിലവിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പ്രധാന കാരണം വനം വകുപ്പിനുണ്ടായ വീഴ്ചയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. KSEBക്കെതിരെയും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംസ്ഥാനത്തെ 63 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇപ്പോൾ CAG റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണല്ലോ. അജീഷ്.
ഉന്മേഷ് വന്യമൃഗ സംരക്ഷണം തടയുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടതെന്നാണ് CAG റിപ്പോർട്ടിലുള്ള പ്രധാന വിമർശനം. മൃഗങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും ഉൾക്കാട്ടിൽ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. അതിനാൽ വന്യജീവികൾ നാട്ടിലിറങ്ങി ആനത്താരകൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ലെന്നും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. അക്രമകാരികളായ ആനകൾക്ക് റേഡിയോ കോളർ സ്ഥാപിക്കണമെന്ന കേന്ദ്ര വനമന്ത്രാലയത്തിന്റെ നിർദ്ദേശവും നടപ്പിലാക്കില്ല. ഇതിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാനം വരുത്തിയത്. 2018 പാലക്കാട് DFO 5.63 കോടി ചെലവഴിച്ച് 3 റേഡിയോ കോളർ വാങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെ കോളർ സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതി വാങ്ങിയെടുക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതും പതിവാക്കി. വയനാട്ടിലെ വനവിസ്തൃതി കുറഞ്ഞുവെന്നും ശരി അജീഷ് ശിവകുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ സൂത്രധാരനെ CBI അറസ്റ്റ് ചെയ്തു. രാകേഷ് രഞ്ജനാണ് അറസ്റ്റിലായത്. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ബീഹാർ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരനാണ് ഈ രാകേഷ് രഞ്ജൻ എന്നുള്ളതാണ് CBI ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ നളന്ദയിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മറ്റൊരു വിളിപ്പേരുണ്ട്, റോക്കി എന്നുള്ളതാണ് ഇയാളുടെ മറ്റൊരു വിളിപ്പേര്. നിലവിൽ ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കി 10 ദിവസത്തെ കസ്റ്റഡിയിൽ ഈ പ്രതിയെ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് പലയിടങ്ങളിലും ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും CBI നടത്തി. പ്രധാനമായും പട്നയിലെയും കൊൽക്കത്തയിലെയും ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ രാകേഷ് രഞ്ജൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തെ IP അഡ്രസ്സും മെയിലും വഴി ട്രാക്ക് ചെയ്താണ് പിടികൂടിയതെന്നും CBI അറിയിക്കുന്നുണ്ട്. എന്തായാലും 10 ദിവസത്തെ കസ്റ്റഡിയിൽ തുടർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാവനൂർ പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ CPI കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസ്സാവുകയായിരുന്നു. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.